ഇന്ത്യൻ ഭരണഘടനയുടെ താളുകളിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ട്. അത് ഏകദേശം 22 ചിത്രങ്ങൾ വരും. ഇത് വരച്ചത് വിഖ്യാത ബംഗാളി ചിത്രകാരനായ നന്ദലാൽ ബോസാണ്. ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയനുസരിച്ച് നന്ദലാൽ ബോസിന്റെ കൊച്ചുമകനും കൊച്ചുമകളുടെ ഭർത്താവും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. അതായത് അവർ പുതിയ ഇന്ത്യയിൽ സംശയാസ്പദമായ പൗരരാണ്. ഇത് നന്ദലാൽ ബോസിന്റെ കൊച്ചുമകന്റെ കാര്യം മാത്രമല്ല, ലക്ഷക്കണക്കിന് ബംഗാളികളുടെ അനുഭവമാണ്. 294 മണ്ഡലങ്ങളുള്ള പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഈ മാസം 23-ാം തീയതി നടക്കും. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 29-ാം തീയതിയാണ്. മെയ് 4-ാം തീയതിയിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തിയ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ അവസാന പട്ടിക പുറത്തുവിട്ടു. ഇതുവരെ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 90.8 ലക്ഷം വോട്ടർമാരാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഏപ്രിൽ 23-ന് ആരംഭിക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ഏതാനും ആഴ്ചകൾ മുമ്പ് അന്തിമ രൂപം നൽകിയ ഈ ഭരണ നടപടി സംസ്ഥാനത്തിലെ വോട്ടർ സംഖ്യയെ 12% കുറച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 97 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ തമിഴ്നാടാണ് മുന്നിൽ. അവിടെയും ഈ മാസമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുസ്ലിം ജനസംഖ്യ ഗണ്യമായുള്ള 4 ജില്ലകളാണ് ബംഗാളിലുള്ളത്. മുർഷിദാബാദ് 66%, മാൽഡ 51%, നോർത്ത് 24 പർഗാനാസ് 26%, സൗത്ത് 24 പർഗാനാസ് 36%. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലൂടെ വോട്ടർമാരെ പുറത്താക്കാൻ ശ്രമം നടക്കുന്ന പ്രധാന ജില്ലകളും ഇവ തന്നെ. ഇവിടങ്ങളിൽ ഏകദേശം 30.4 ലക്ഷം വോട്ടർമാരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി. ഈ 4 ജില്ലകളിലായി ഏകദേശം 12.2 ലക്ഷം പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. മുർഷിദാബാദ് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ പുറത്താക്കിയിട്ടുള്ളത്. അവിടെ പരിശോധനയ്ക്ക് വിധേയമായ വോട്ടർമാരിൽ 40%-ലധികം പേരെ അർഹതയില്ലാത്തവരായി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ജില്ലകളെ ലക്ഷ്യമിടാൻ ചില കാരണങ്ങളുണ്ട്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ഈ 4 ജില്ലകളിൽ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. മുർഷിദാബാദിൽ 22-ൽ 20, മാൽഡയിൽ 12-ൽ 8, സൗത്ത് 24 പർഗാനസുകളിൽ 64-ൽ 57 സീറ്റുകൾ, അതായത് ആകെ 75 സീറ്റുകൾ. ഇത് തൃണമൂലിന് ആകെ ലഭിച്ച സീറ്റുകളുടെ 35%. സ്വന്തം നിലനിൽപ്പും അസ്തിത്വവും തെളിയിക്കാനുള്ള ഭാരം ഇന്ന് ഈ വോട്ടർമാരുടെ തലയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. പട്ടികയിൽ കയറിക്കൂടാനുള്ള ചില അവസരങ്ങൾ ഇനിയും ലഭിച്ചേക്കാമെങ്കിലും അതിനിടയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും. അതായത് കുതന്ത്രങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സംഘപരിവാറിന്റെ മറ്റൊരു നീക്കമായി വോട്ടർ പട്ടിക തീവ്ര പരിശോധന മാറിക്കഴിഞ്ഞിട്ടുണ്ട്.